ഇന്ത്യ വേഴ്സസ് അയർലൻഡ് T20യുടെ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റേഴ്സായ സോണി നെറ്റ്വർക്ക് ഇന്ന് ഒരു പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു. അപ്പം പോസ്റ്ററിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പുതിയ T20 ഇൻ്റർനാഷണൽ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ, പിന്നെ നമ്മുടെ യൂത്ത് സെൻസേഷനായ സൂര്യവംശി, അഭിഷേക് ശർമ്മ എന്നിവരാണ്. അപ്പം അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ സൂര്യവംശിയും അഭിഷേക് ശർമ്മയും ഉള്ളൊരു ഓപ്പണിംഗ് പെയർ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചുമ്മാ ഞാനിങ്ങനെ ഈ ബ്രൗസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഈ പോസ്റ്റർ കാണാനിടയായത് നമ്മുടെ എക്സിൽ. അപ്പം എനിക്ക് പേഴ്സണലി ആ ഒരു പോസ്റ്റർ കണ്ടപ്പം പെട്ടെന്ന് ചെറിയൊരു ഫീലിങ്സ്, എന്തോ പോലൊരു ഫീലിങ്സ് വന്നു. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പം വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് IPL കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 4 മാസത്തോളം ആയിട്ടുണ്ട് നമ്മുടെ ഒരു വേൾഡ് കപ്പും IPL എല്ലാം കൂടെ കഴിയുന്ന ഒരു വിൻഡോ കഴിഞ്ഞിട്ട്. അപ്പം നമുക്കറിയാം, ആ വേൾഡ് കപ്പിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കേരള താരമായ സഞ്ജു സാംസൺ ആയിരുന്നല്ലോ. അപ്പം സഞ്ജു ഓൾറെഡി അപ്പോൾ ആ ഒരു മത്സരത്തിലൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയി എന്ന് നമുക്ക് തോന്നിയിരുന്നു. ആ ഒരു അടുപ്പിച്ച് നോക്കൗട്ടും ഇതിലെല്ലാം ജയിപ്പിച്ച് കപ്പടിപ്പിച്ച് പ്ലെയർ ഓഫ് ദി മാച്ചൊക്കെ ആയി ഇന്ത്യൻ ടീമിൽ ഒരു ഡീഫോൾട്ട് സെലക്ഷനായി, കുറേ നാളുകൾക്ക് ശേഷം ഡീഫോൾട്ട് സെലക്ഷനിലേക്കായി എന്നൊരു തോന്നൽ നമുക്ക് വന്നിരുന്നു. പോട്ടെ, അത് മാത്രമല്ല, പുള്ളി ഹി ഡിസേർവ്സ് സം റെസ്പെക്ട് ടു ബി ഷോൺ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഓക്കെ, വൈഭവ് സൂര്യവംശി നല്ലൊരു IPL സീസണിന് ശേഷം, ഒരു ബ്രേക്ക് ത്രൂ സീസണിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ ഇതിന് മുന്നേ ഉള്ള സംഭവങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷനായി വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ഡ്യുവോ, ഞാനിവിടെ വൺ ഡേയുടെ ഡ്യുവോ, ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പണിംഗ് ഡ്യുവോ എടുക്കാൻ പോകുന്നു, നമ്മുടെ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും. ഇപ്പോൾ വേറൊരു താരം വന്നു കഴിഞ്ഞാൽ, വേറൊരു ഓപ്പണറെ കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു റിസർവ് ഓപ്പണിംഗ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലൊക്കെ ഇരുന്ന് ഒരു അപ്രധാനമായ കുറച്ച് മത്സരങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ആ ഒരു ആൾക്ക് ചാൻസ് കിട്ടുന്നത്. പക്ഷേ എനിക്കിവിടെ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, ഈ ഒരു പോസ്റ്റർ ഇതൊക്കെ കൂട്ടി വായിച്ച് നോക്കുമ്പോൾ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കളി തന്നെ ഏകദേശം ഒരു കംഫർട്ടബിൾ ആയ പൊസിഷനിൽ നിന്ന് മിക്കവാറും സഞ്ജു ഇറങ്ങി 1 ഡൗൺ അല്ലെങ്കിൽ ചിലപ്പം 4th പൊസിഷൻ വരെ കളിക്കേണ്ട ഒരു ഇതിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് സൂര്യവംശിയെയും അഭിഷേക് ശർമ്മയും കൊണ്ട് ഓപ്പണിങ് ട്രൈ ചെയ്യിച്ച് സഞ്ജുവിനെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ 2 പൊസിഷൻ താഴേക്ക് കളിപ്പിച്ച് ചിലപ്പം പ്ലേയിങ് 11 തന്നെ കാണുമോ എന്നുള്ള കാര്യവും എനിക്ക് ഡൗട്ടാണ്. കാരണം സഞ്ജുവിനെ പോലെ തന്നെ ഡിസേർവിംഗ് ആയിട്ടുള്ള വേറൊരു പ്ലെയർ എന്ന് പറയുന്നത് ഇഷാൻ കിഷൻ, പുള്ളിയും വിക്കറ്റ് കീപ്പറാണ്. അപ്പോൾ നമ്മൾ കണ്ടാണ് വേൾഡ് കപ്പിൽ 2 പ്ലേയേഴ്സിനെ ഒരുമിച്ച് എടുത്ത് കളിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം പുതിയൊരു ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, പുള്ളിയുടെ ഫോർമേഷൻ എങ്ങനെ വരും, പുള്ളിയും കോച്ചും മാനേജ്മെൻറ്റും കൂടെ ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോർമേഷൻ എങ്ങനെ വരും എന്നുള്ളതിനൊക്കെ വെച്ചിരിക്കും ബാക്കിയുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കൺഫേം സ്ലോട്ട് എന്ന് പറയുന്നത് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും കൂടെ ആയിരിക്കും ഓപ്പണിംഗ് വരുന്നത്. പക്ഷേ അപ്പോഴും ഇന്ത്യ വേൾഡ് കപ്പിൽ ഫേസ് ചെയ്ത പോലത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു റൈറ്റ് ഹാൻഡ് കോമ്പിനേഷനായിട്ട് നമുക്ക് മേജറായിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റർ, ഓപ്പണിംഗ് സ്ലോട്ടിലേക്കുള്ള ബാറ്റർ എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ സഞ്ജു തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു വേൾഡ് കപ്പ് ഹീറോയെ അടുത്ത് വരുന്നൊരു പരമ്പരയിൽ ഇവർക്ക് പോസ്റ്ററിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തികച്ചും എന്താ പറയുന്ന സാധാരണ ഒരു ഓർഡിനറി ക്രിക്കറ്റ് ലവർ എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി ഇച്ചിരി വിഷമം വന്നൊരു കാര്യമാണ്. അപ്പം എന്തായാലും ഞാൻ അതിനെപ്പറ്റി ഇവിടെ പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.